അപ്പം നമ്മളിന്ന് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര മഴയാണ്, എല്ലായിടത്തും ഭയങ്കര മഴയാണെന്നൊക്കെയാണല്ലോ കേട്ടോ. നമ്മുടെ ഇവിടെ കോട്ടയത്ത് ഇപ്പം യെല്ലോ അലേർട്ടാട്ടോ ഉള്ളത്. ഇങ്ങനെ മഴയാണെങ്കിൽ ചിലപ്പോൾ നാളെ ക്ലാസ് കാണുമോ, മടിനൊക്കെ വീട്ടിലിരിക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് നിലവിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് മഴ വരുന്നതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ഉറവകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് വെള്ളമാവും. അപ്പം പോകുന്ന വഴിയിലും പിന്നെ നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള തോടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ടാവാം. നമുക്ക് നോക്കാവേ. ഇതൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴികളാണ്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്. നോക്കിയില്ലെങ്കിൽ വീഴുന്ന രീതിയിലൊക്കെ വെള്ളമായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ പായലൊക്കെ വന്നിട്ട് സൂക്ഷിച്ചില്ലേ തെന്നും എന്നുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഈ വഴിയിലോട്ട് അധികം പെട്ടെന്ന് വണ്ടിയൊന്നും കയറത്തില്ല. നല്ല ജീപ്പൊക്കെ ആയിരിക്കും. മഹീന്ദ്രയുടെ ജീപ്പാണെങ്കിൽ കയറുമായിരിക്കും കേട്ടോ. വേറെ നമ്മുടെ വണ്ടികളൊന്നും നമ്മൾ കയറ്റാറില്ല. നമ്മുടെ പട്ടി ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. ഇതിൻ്റെ ഒരു കുക്കുടും നാട്ടോ. റോഡും തോടും എല്ലാം ഏകദേശം ഒരേ ഒരു അവസ്ഥയിലാട്ടോ ഉള്ളത്. ഇതിവിടെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. ഇത് കുറച്ച് മേളിലോട്ടാണെങ്കിലും വീട്ടിലൊന്നും വെള്ളം കയറില്ലെങ്കിലും റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ആകുമേ. അപ്പം നമ്മുടെ തോടുകൂടെയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ വരെ എത്തുന്നേ ഉള്ളൂ. തോട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്രമാത്രം പറയുന്നത് കേൾക്കാമെന്നൊന്നും എനിക്കറിയത്തില്ല. വെള്ളത്തിൻ്റെ വെച്ച് കാരണം അത്യാവശ്യം ഇവിടെയൊക്കെ വരുന്നതിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. ഈ ഞാൻ കയറി നിൽക്കുന്ന ആ സൈഡിലൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും ബൈ.